താമരപ്പൂ മാലയിട്ട് പൊട്ടു തൊട്ടു സൂര്യപുത്രി അങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? എന്നായാലും ഇതുപോലൊരു അകന്നു പോലും വേണ്ടി വരില്ലേ? അതിപ്പോ ജോലിയായാലും വിവാഹമായാലും വേണ്ടേ? അല്ല, അപ്പോ ചേച്ചി കിച്ചുനെ കാണാൻ വരുന്നില്ല? ദൈവം പോയാ മതി. ഭാവി IAS-കാരിക്ക് ഒരു ജയിൽ സന്ദർശന എക്സ്പീരിയൻസ് കിട്ടിക്കോട്ടെ. ഞാൻ പോവാ. അടുത്ത ആഴ്ച ട്രെയിനിങ് തുടങ്ങുക മിസോറിയില്.
പോണം. തനിക്ക് നന്മ വരൂ. ഹലോ. എന്തുണ്ട് സാറേ വിശേഷം? എന്ത് പറഞ്ഞു അദ്ദേഹം? എന്തു പറ്റി? വളരെ സീരിയസ് ആണല്ലോ. രണ്ടുപേരും എന്താ ഇത്രയും വലിയ സീരിയസ് മാറ്റർ സംസാരിച്ച്? ആയിരിക്കും, അതിന്റെ ഹാങ് ഓവർ ആവും ഈ കാണുന്നേ അല്ലേ? പറയ് ദേവു, എന്താ കിച്ചു പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മിണ്ടാതിരുന്നോ? അതോ ആംഗ്യ ഭാഷയിലായിരുന്നോ കമ്മ്യൂണിക്കേഷൻ? ഛേ, എനിക്കൂടി വരായിരുന്നു. നല്ലൊരു അവാർഡ് പടത്തിലെ സീനല്ലേ മിസ്സായത്? പാവം കിച്ചു ഒരുപാട് വേദനിക്കുന്നുണ്ട്. നമ്മൾ പോലും ഇത്രയും നാളായിട്ട് ചെല്ലാതിരുന്നപ്പോ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയെന്ന് തോന്നലുണ്ടാവും മനസ്സിൽ. ഏയ്, കൂൾ ഡൗൺ. ഇതൊന്നും അത്ര വലിയ പ്രശ്നങ്ങളായിട്ട് കാണരുത്. തമാശകളാ ഇതൊക്കെ, വിധിയുടെ തമാശകൾ. അതുകൊണ്ടല്ലേ ഞാൻ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആ ഒരു സെൻസിൽ എടുക്കുന്നത്. കീഴടക്ക എന്നൊരു അഹങ്കാരത്തോടെ വിധി ഇങ്ങനെ നേർക്കുനേർ മുന്നിലെത്തുമ്പോൾ ഓടി ഒളിക്കാനല്ല, തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തോൽക്കാൻ മനസ്സില്ല എന്ന മട്ടിലൊരു നിൽപ്പ്. പല്ലെറുമുന്ന വിധിക്ക് മുമ്പിൽ പല്ല് കാട്ടിയൊരു ചിരി, അത് എന്റെ പോളിസി. പക്ഷേ ചിലപ്പോഴൊക്കെ ഞാനും പരാജയപ്പെട്ടു പോകാറുണ്ട്. അറിയാതെ കണ്ണു നിറഞ്ഞു പോകാറുണ്ട്. എന്നാലും ഒന്നിനും അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കില്ല. തോൽപ്പിച്ചല്ലോ എന്ന് അഹങ്കരിക്കാൻ ആർക്കും ഒരു അവസരം കൊടുക്കില്ല ഗ്രീഷ്മ. ദേവുവിനും ഉണ്ടാവണം അങ്ങനൊരു മനസ്സ്. ഒന്നിനു മുമ്പിലും തോറ്റു കൊടുക്കില്ല എന്നൊരു വാശി. അങ്ങനെയായിരുന്നു ഞാൻ. അങ്ങനെ ഒരു മനസ്സ് എനിക്കുണ്ടായിരുന്നു ചേച്ചി. പക്ഷെ ഒന്നിനു പിന്നാലെ ഒന്നായി തിരമാലകൾ പോലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ എല്ലാം മനസ്സിൽ കിട്ടുന്ന എത്ര വലിയ കടൽപ്പത്തിക്കും ആ തിരമാലകളെ പ്രതിരോധിക്കാൻ ശേഷിയില്ലെന്ന്. ഇപ്പൊ തോൽക്കേണ്ടി വരുന്നു എനിക്ക് എല്ലായിടത്തും. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. സാറേ, സാറിന് പറ്റിയൊരു വീട് ഞാൻ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ മേച്ചിറ ശിവക്ഷേത്രത്തിനടുത്തുള്ളൊരു വീടാ. എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീട്. വേണ്ട, വേറൊരു വീട് ശരിയായി. ആണോ? എവിടെ? ഇപ്പം താമസിച്ചിരുന്ന വീടിൻ്റെ കുറച്ചടുത്തായിട്ട് തന്നെയാ. സൗകര്യങ്ങളൊക്കെ എങ്ങനെ? ആ, അത്യാവശ്യം. ചായ സാറ് വിളിക്കുന്നുണ്ട്. സാറ് വന്നോ? രാവിലെ എത്തി. ഇരിക്കൂ. സാറ് രാവിലെ എത്തിയില്ലേ? താൻ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാ കുറച്ച് ദിവസം ലീവ് എടുത്ത് ഞാൻ നാട്ടിൽ പോയത്. അപ്പം താനും ലീവ് എടുത്തല്ലേ? അത് വരാൻ പറ്റിയില്ലേ സാർ, വീട്ടിലെ ചില പ്രശ്നങ്ങൾ. ഞാൻ അറിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു. താനെന്ന് വിളിച്ചപ്പോൾ മിക്കവാറും ജപ്തി ഉണ്ടാവില്ല,
ബാങ്കിൽ അടയ്ക്കാൻ കുറച്ച് കാശ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയല്ലേ പറഞ്ഞത്? ആ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു സാർ ഞാനും. പക്ഷേ അവസാന നിമിഷമായപ്പോൾ എല്ലാം അവതാളത്തിലായി. എങ്ങനെ നോക്കിയാലും എപ്പോഴും പ്രശ്നങ്ങൾ തന്നെ സാർ. ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ എത്ര ശ്രമിച്ചിട്ടും ഒന്നും ശരിയാവുന്നില്ല. എല്ലാം ശരിയാവൂടോ, സമാധാനമായിട്ടിരിക്കുക. എല്ലാവർക്കും ഇല്ലേ അവരുടേതായ ഓരോ പ്രശ്നങ്ങൾ. നമ്മൾ അതിനെ സമീപിക്കുന്ന രീതിയിലാണ് കാര്യം. ഒരു സുപ്രഭാതത്തിൽ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നവന് എന്ത് സമീപനാണ് സാർ? അനുഭവിക്കുക, അത്ര തന്നെ. എന്നിട്ട് ഇപ്പൊ എവിടെയാ താമസം? അവിടെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിരിക്കുക. അമ്മയും പെങ്ങന്മാരെയും പെരുവഴിയിലേക്ക് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. ഭാര്യ ഇറക്കി വിടുന്ന പോലെ അല്ലല്ലോ, അല്ലേ? അതിന് അവളെ പെരുവഴിയിലൊന്നല്ലല്ലോ സാർ, അവളുടെ വീട്ടിലല്ലേ. വീട്ടിലല്ല, ഏത് കൊട്ടാരത്തിലേക്കായാലും താൻ ഇറക്കി വിട്ടത് പെരുവഴിയിലേക്ക് തന്നെയാടോ. ഇനിയെങ്കിലും തനിക്കൊന്ന് തിരിച്ചു വിളിച്ചൂടെ? അവൾ വരില്ല സാർ. അത് വിളിച്ചാലല്ലേ അറിയൂ. എനിക്ക് ഉറപ്പുണ്ട് വരുമെന്ന്. വിളിച്ചതാ സാർ, നേരിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് വിളിച്ചതാ. വന്നില്ല. എനിക്കറിയാം അവൾ വരില്ല. സത്യമാണോ താനീ പറയുന്നേ? ഞാൻ എന്തിനു സാറിനോട് കള്ളം പറയണം? വരില്ല എന്ന് പറഞ്ഞോ തന്നോട്? വരില്ല സാർ. അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ മനസ്സ് അത്രത്തോളം എത്തിച്ചത് ഞാൻ തന്നെയാ. അതിനുള്ള ശിക്ഷയും ഞാൻ അനുഭവിക്കണ്ടേ? സുരേഷേ, ആ പോക്ക് വരവ് രജിസ്റ്റർ എടുത്തേ. ഇതാ സാർ. സർ, ആ ബുക്കൊന്ന് വേണമായിരുന്നു. എന്തിനാ? അല്ല സർ, അത് ഇന്നലെ ഡെസ്പാച്ച് ചെയ്യേണ്ട ഒരു തപാൽ കാണുന്നില്ല. അത് ഇതിലുണ്ടോന്ന് അറിയാനാ. ഇല്ല സർ, ഞാൻ നോക്കിക്കൊള്ളാം. അച്ഛനോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ വരൂ. ഞങ്ങൾ വിചാരിച്ചു അച്ഛൻ ഈ വഴിയൊക്കെ മറന്നു കാണുമെന്ന്. വഴി മറന്നിട്ടൊന്നും അല്ല മോളെ, ഇടവക വാർഷികത്തിന്റെ തിരക്കിലായിരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കച്ചോ. ഓ, അന്ന് അച്ചായന്റെ സംസ്കാര ചടങ്ങിന് വന്നതാ. പിന്നെ ഇപ്പോഴാ അച്ഛൻ ഇങ്ങോട്ട് വരുന്നത്. ഓരോരോ പ്രശ്നങ്ങളല്ലേ സാറാമ്മേ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട, ഞാൻ ഇപ്പൊ ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ആ, ആലീസിന്റെ? അതെ അച്ചോ, ആലീസിന്റെ ഭർത്താവ് ശിവൻ. ആ, വിവരങ്ങളൊക്കെ മരിക്കുന്നതിന് മുമ്പ് അലക്സാണ്ടർ പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. വിവാഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോ
ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം വരെ ഉണ്ടായി. ഉവ്, അച്ചായൻ പറഞ്ഞിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ അലക്സാണ്ടർ വിശദമായി പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞതാ ശരിയെന്ന് എനിക്കും തോന്നി. ജാതിയും മതവും ഒന്നുമല്ല, ദൈവം തമ്പുരാന ഒരു പുരുഷനെയും സ്ത്രീയെയും വിവാഹത്തിലൂടെ ഒന്നിപ്പിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. കർത്താവ് തമ്പുരാന്റെ തീരുമാനങ്ങളെല്ലാം നല്ലതിനാ. ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യം പറയാനാ. എന്താച്ചോ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യം പറയാനാ. എന്താച്ചോ? നമ്മുടെ ആശാനിലയത്തിലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തില് നിങ്ങളൊന്ന് മനസ്സ് വെക്കണം. കഷ്ടവാദങ്ങളുടെ കാര്യം. പള്ളിയുടെ വരുമാനത്തിൽ നിന്ന് കുറച്ചൊക്കെ മിച്ചം പിടിച്ചാ ഞാനത് ഉന്തിത്തള്ളി കൊണ്ടുപോകുന്നത്. ഇപ്പോ അൾത്താര പുതുക്കാനും സ്വർണ്ണക്കുരിശ് വാങ്ങാനും മറ്റും കമ്മിറ്റിക്കാർ തീരുമാനിച്ചപ്പോ ഉണ്ടായിരുന്ന കാശും തീർന്നു. പട്ടിണിയുടെ വക്കിലായത് എൻ്റെ ആ 19 കുഞ്ഞുങ്ങളാ. അലക്സാണ്ടർ ഉണ്ടായിരുന്നപ്പോ എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പറക്കി തരുമായിരുന്നു. ആ ഒരു മനസ്സ് നിങ്ങളും കാണിച്ച കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാവും. പട്ടിണിയുടെ വക്കിലൊന്നും അല്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളും കഷ്ടത്തിലാച്ചോ. ഡാഡി പോയതോടെ കമ്പനി കാര്യങ്ങളൊക്കെ അവതാളത്തിലായി. ഇപ്പോ വലിയ ഒക്കെ ഒന്ന് ശരിയാക്കി വരുന്നതേ ഉള്ളൂ. അതിനിടയില് ഇങ്ങനൊരു അധിക ചെലവ് കൂടി വഹിക്കാന്ന് വെച്ചാ ഇതൊരധിക ചെലവായിട്ട് കാണണോ മോളെ? ഒരു പുണ്യപ്രവൃത്തി, അതും വേണ്ടതല്ലേ? അല്ലേ സാറാമേ? അതെ അച്ചോ. പക്ഷെ എന്ത് ചെയ്യാച്ചോ, ആലീസ് പറഞ്ഞ പോലെ ഇവിടത്തെ കാര്യവും കഷ്ടത്തില. ഈ നിലയ്ക്ക് പോയാൽ ആശാനിലയത്തിലെ അവസ്ഥ തന്നെയാവും ഇവിടെയും. പട്ടിണിയും പരിവട്ടവും എന്നുവെച്ച് അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അച്ഛനിങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ വെറും കൈയോടെ പറഞ്ഞുവിടാൻ പേട്ട കുടുംബത്തിന് പറ്റുമോ? അതുകൊണ്ട് മഹത്തായ ഒരു പുണ്യപ്രവൃത്തിയൊന്നും അല്ലെങ്കിലും ചെറിയൊരു സഹായം ഞങ്ങളും ചെയ്യാം. മതി. ചെറുതായാലും വലുതായാലും ചെയ്യുന്നത് നന്മയാണെങ്കിൽ അവിടുത്തെ മുമ്പിൽ അതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. അറിയാച്ചോ. ആലീസെ, നീ ആ മാലയങ്ങ് ഊരിക്കൊടുക്ക. അയ്യോ, അതൊന്നും വേണ്ട. അത് ആ കുട്ടിയുടെ കഴുത്തി കിടന്നോട്ടെ. വേണോ അച്ചോ? 19 കുഞ്ഞുങ്ങള് പട്ടിണി കിടക്കുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വർണ്ണച്ചങ്ങലയൊന്നും വേണ്ടച്ചോ. അതങ്ങ് ഊരിക്കൊടുക്ക ആലീസെ. ആ കുഞ്ഞുങ്ങളുടെ ഒരു നേരത്തെ വിശപ്പെങ്കിലും അടങ്ങട്ടെ. ഊര്. വിശന്നു വലയുന്നവന് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാനല്ലേ തമ്പുരാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ കർത്താവിൽ വിശ്വസിക്കുന്നവരെ ഈ പേട്ടക്കുടുംബത്തിലുണ്ടായിട്ടുള്ളൂ. അല്ലാതെ കൈനീട്ടുന്നവന് മുമ്പിൽ വാതിൽ കൊട്ടിയടയ്ക്കുന്ന പാരമ്പര്യമൊന്നും ഈ കുടുംബത്തിൽ ആരും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ മടിക്കണ്ട. കുറെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കാനല്ലേ ഇത് വാങ്ങി ഞങ്ങൾ അനുഗ്രഹിക്കണോ അച്ചോ? ഇതാച്ചോ. കർത്താവ് തമ്പുരാന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാവും. നിന്റെ മനസ്സ് നല്ലതാ മോനെ. നിനക്ക് നന്മയേ വരൂ. ഇതുപോലുള്ള ആവശ്യങ്ങളുണ്ടാകുമ്പോൾ അച്ഛൻ ഇനിയും ഇങ്ങോട്ട് തന്നെ വരണം. ഞങ്ങളെക്കൊണ്ട് ആവുന്ന സഹായം ഇനിയും ഞങ്ങൾ ചെയ്യാം. അപ്പോ ഞാനങ്ങോട്ട്. ശരി അച്ചോ. ഒന്ന് നിന്നേ. നിനക്കിപ്പോ തോന്നുന്നുണ്ടാവും നീ എന്നെ അങ്ങ് തോൽപ്പിച്ചെന്ന്. പക്ഷെ ഇതിലും വലിയ കളി കളിച്ച് നിന്നെ ഞാൻ തോൽപ്പിക്കും ശിവ. നീ കണ്ടോ? വരട്ടെ അലീസെ. അതിനൊക്കെ ഇനി ഒരുപാട് സമയങ്ങളില്ലേ. കുറച്ച് വെയിറ്റ് ചെയ്യ്. എന്താ മമ്മിക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്തു പറയാൻ? നല്ലൊരു കാര്യത്തിന് വേണ്ടി ആ മാലയങ്ങ് പോയെന്നല്ലേ ഉള്ളൂ. അതത്ര കാര്യമാക്കണ്ട.
മാലയല്ല, എന്റെ മാനാ പോയത്. ഓ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. എപ്പോ നോക്കിയാലും ഇവിടെ എല്ലാവർക്കും എന്തോ വലിയ ആലോചനയും ചിന്തയും ഒക്കെയാ. ഞാൻ നോക്കിയിട്ട് അത് തന്നെയാ അവിടുത്തെ പ്രശ്നവും. പ്രവൃത്തിയൊന്നും ഇല്ലാത്ത വെറും ആലോചനയും ചിന്തയും. എന്താലോചിക്കണം, എന്ത് പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെ വ്യക്തിപരമായ കാര്യമാണ്. എന്താ അവിടെയും വിലക്ക് ഏർപ്പെടുത്താൻ ഉദ്ദേശമുണ്ടോ? എന്റെ പൊന്നു മാഷേ, ഞാൻ വിലക്കാനും വലയ്ക്കാനും ഒന്നും വന്നതല്ല. ദാ ശാരദ അമ്മ അവിടെ കഞ്ഞി വിളമ്പി വെക്കുന്നുണ്ട്.